ഫിലിപ്പീൻസിൽ നിന്നുള്ള മത്സ്യകന്യകമാർ അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ, AI റോബോട്ടിക് ഷോ എന്നിവ ഉൾപ്പെടെ നിരവധി വിസ്മയങ്ങളുമായി മറൈൻ എക്സ്പോ ശനിയാഴ്ച മുതൽ ആലപ്പുഴ കടപ്പുറത്തെ കടൽപ്പാലത്തിന് സമീപം നടക്കും. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ ഒരു എക്സിബിഷനിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുന്നത്. ഫിലിപ്പൈൻസിൽ നിന്നുള്ള മത്സ്യകന്യകമാർ അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ, AI റോബോട്ടിക് ഷോ എന്നിവ ഉൾപ്പെടെ നിരവധി വിസ്മയങ്ങളുമായി മറൈൻ എക്സ്പോ ശനിയാഴ്ച മുതൽ ആലപ്പുഴ കടപ്പുറത്തെ കടൽപ്പാലത്തിന് സമീപം ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏതൊരു എക്സിബിഷൻ വരുമ്പോഴും അതിൻ്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് പുതുമയാണ്. എന്താണ് ഇതിൽ പുതിയത്, എന്താണ് നൂതനമായിട്ട് നമ്മളിവിടെ അവതരിപ്പിക്കുന്നതെന്നുള്ളൊരു കാര്യമാണല്ലോ ജനങ്ങൾക്ക് അറിയേണ്ടതും ജനങ്ങളെ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടതും. ഇവിടെ ഇപ്പം പ്രധാനമായിട്ടൊരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഈ ടണലിൻ്റെ ഷോ ആണ്. ഇതിന് പുറമെ അതിൻ്റെ ഉള്ളിൽ മെർമെയ്ഡ്സായിട്ട് ഫിലിപ്പീൻസ് എന്നുള്ള 3 സുന്ദരികൾ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ നീന്തിയിട്ടുള്ള പ്രകടനം, അത് വളരെ റെയറായിട്ട് കാണുന്നൊരു ആകർഷണമുള്ളൊരു ഐറ്റം തന്നെയാണ്. ഇത് ഓഫ് കോഴ്സ് ഇതിൻ്റെ ഒരു പ്രധാന ആകർഷണമാണ്. ഇതിന് പുറമെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടമാണ്. ഈ കാലത്ത് നമ്മൾ റോബോട്ട്സിനെ കുറിച്ചാണ് കൂടുതൽ അറിയുന്നതും റോബോട്ട്സ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഇന്നത്തെ പുതിയ തലമുറക്കും എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മേഖല വളരെ അധികം കൗതുകം ഉള്ളൊരു മേഖല തന്നെയാണ്. അപ്പോൾ ഈ റോബോട്ടിക് ഷോ ഇതിൻ്റെ വേറൊരു പ്രധാന ആകർഷണമാണ്. സ്കൂബ ഡൈവിങ്ങും ആക്രിലിക് ടണൽ അക്വേറിയവും വിവിധ മത്സ്യങ്ങളുടെ ശേഖരവും പ്രദർശനത്തിനുണ്ടാകും. വിദേശികളും സ്വദേശികളുമായ ലക്ഷങ്ങൾ വില വരുന്ന മത്സ്യങ്ങളാണ് അക്വേറിയത്തിൽ പ്രദർശനത്തിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. രാജ്യത്ത് ആദ്യമായാണ് അന്റാർട്ടിക്കയിലെ കാഴ്ചകൾ ഒരു പ്രദർശനമേളയിൽ പുനരാവിഷ്കരിക്കുന്നത്. 12,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഐ സൈക്കിൾ കേവ് എന്ന പേരിൽ ഐസേജ് ചിത്രത്തിലെ കഥാപാത്രങ്ങളായ ക്യാപ്റ്റൻ കട്ട്, സോട്ടോ, സിഡ്, എലി, ഡീറ്റോമാനി, ബക്ക്, സ്ക്രാക്റ്റ് എന്നിവ ഒരുക്കിയിട്ടുണ്ട്. മനുഷ്യനോട് ഇണങ്ങി പ്രവർത്തിക്കുന്ന AI റോബോട്ടുകൾ, വിവിധ സംസ്ഥാനങ്ങളുടെ ഷോപ്പിംഗ് സ്റ്റാളുകൾ, ഗൃഹോപകരണങ്ങളുടെ മേള, വസ്ത്രമേള എന്നിവയും വൈവിധ്യമുള്ള രുചികൾ അടങ്ങുന്ന ഫുഡ് കോർട്ടും സജ്ജമാക്കിയിട്ടുണ്ടെന്നും സംഘാടകർ പറഞ്ഞു. എക്സിബിഷൻ രംഗത്ത് അധികായരായ AK നായരുടെ A to Z ഇവന്റ്സ്, രാജ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് രംഗത്തെ മുൻനിരയിലുള്ള ഫൺവേൾഡ് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവ ഒത്തുചേർന്നാണ് കാഴ്ചകൾ സംഘടിപ്പിക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.